പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം കട തുറക്കാതിരുന്ന പ്രദേശവാസി NIA കസ്റ്റഡിയിൽ. ഭീകരാക്രമണത്തിന് 15 ദിവസം മുമ്പാണ് ഇയാൾ പഹൽഗാമിൽ കടയാരംഭിച്ചത്. ഇയാളെ NIAയും അതുപോലെ തന്നെ മറ്റു കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനോടകം 100ഓളം പ്രദേശവാസികളെ NIA ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ വ്യാപാരിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് വിവരം. അതേസമയം തന്നെ ശ്രീനഗറിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ഹോട്ടലുകളിലും മറ്റും താമസിക്കുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നു എന്നായിരുന്നു വിവരം. ഇതിന്റെ ഭാഗമായി ശ്രീനഗറിൽ പോലീസിലെ ഉന്നതർ ക്യാമ്പ് ചെയ്തിരുന്നു. ഡാഷിഗാമിലും നിഷാദിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഖത്ര ശ്രീനഗർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് തടസ്സപ്പെടുത്തുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പഹൽഗാമിൽ 26 ടൂറിസ്റ്റുകൾ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച ഏപ്രിൽ 22-നാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടക്കുമെന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. അതിനിടെ 2 പാക് ചാരന്മാർ പഞ്ചാബിൽ പിടിയിലായിട്ടുണ്ട്. പലക് ഷേർ മാസി, സൂരജ് മാസി എന്നിവരാണ് അമൃത്സറിൽ പിടിയിലായത്. കരസേന, വ്യോമസേന കേന്ദ്രങ്ങളുടെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. രാജസ്ഥാനിൽ ചാരപ്രവർത്തനത്തിനിടെ പാക് റേഞ്ചർ അറസ്റ്റിലായെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ ബഹാവർപൂർ സ്വദേശിയാണ് പിടിയിലായതെന്നാണ് സൂചന. രാജസ്ഥാൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ പലയിടത്തും പ്രകോപനം തുടരുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുന്നത് തുടർന്നിരിക്കുകയാണ് ഇന്ത്യ. പാക് പൗരന്മാരെ അങ്ങോട്ട് തിരിച്ചയച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കും ഇന്ത്യ കുറച്ചിരിക്കുകയാണ്. ചിനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിലെ ഷട്ടർ താഴ്ത്തിയതോടെയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലനിരപ്പ് കുറഞ്ഞത്. ചലം നദിയിലെ കിഷൻഗംഗ ഡാമിലും സമാന നടപടി സ്വീകരിക്കും. ഹ്രസ്വകാലത്തേക്കാണ് നടപടിയെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. നേരത്തെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യ നേരത്തെ എടുത്തിരുന്നു. അതിനിടെ ഭീകരവാദത്തിനുള്ള പാക് പിന്തുണയെ ഇന്ത്യ എതിർക്കുന്നതിനിടെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ 8ഇടത്ത് പാക് വെടിവെപ്പ് നടക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയും നൽകി. കഴിഞ്ഞ 10 ദിവസത്തിലെ ഏറ്റവും വലിയ പ്രകോപനമാണ് നിയന്ത്രണ രേഖയിൽ ഉണ്ടായതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെ കൂടി കണക്കിലെടുത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയും ഇന്ത്യ തടഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുന്നത് തുടർന്നിരിക്കുകയാണ് ഇന്ത്യ. പാക് പൗരന്മാരെ അങ്ങോട്ട് തിരിച്ചയച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കും ഇന്ത്യ കുറച്ചിരിക്കുകയാണ്.